3 വർഷം മുമ്പത്തെ സാഹചര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കർഷകർ ഒരിക്കൽ കൂടി തെരുവിലിറങ്ങിയിരിക്കുന്നു. പുതുതായി കൊണ്ടുവന്ന കാർഷിക നയങ്ങൾ പിൻവലിക്കാൻ 2021-ൽ സർക്കാർ നിർബന്ധിതരായിരുന്നു. 2020-ലെ കൃഷി നിയമത്തിലെ പ്രധാന ലക്ഷ്യം ഉൽപ്പന്നങ്ങൾ പ്രാദേശിക മണ്ഡികളെ മറികടന്ന് ഏത് വിപണിയിലും സ്വതന്ത്രമായി വിൽക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു. രാജ്യത്തെ കാർഷിക വിതരണ ശൃംഖല മെച്ചപ്പെടുത്താനും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവസരം നൽകാനുമാണ് സർക്കാർ ശ്രമിച്ചത്. കർഷകരുടെ ആ സമരം വിജയിച്ചപ്പോൾ 2021-ലെ ആ വിജയത്തിൻ്റെ ഓർമ്മയിൽ കൂടുതൽ സൗജന്യങ്ങൾ പ്രതീക്ഷിച്ചാണ് കർഷകർ ഇപ്പോൾ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒന്നോർത്താൽ പൊതു തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ ഈ കാർഷിക സമരം ഓഹരി വിപണിയെ ഇതുവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. രാജ്യത്തെ വിതരണത്തെയോ ഡിമാൻഡിനെയോ ഇതുവരെ ബാധിക്കാത്തതായിരിക്കാം അതിന് കാരണം. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കർഷകരുടെ ഈ സമരത്തെ പറയുക അതിരുകടന്ന ആവശ്യങ്ങളെ സർക്കാർ അംഗീകരിക്കാനിടയില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അഥവാ അംഗീകരിക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക രംഗത്ത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വിപണി വിദഗ്ധർ കരുതുന്നുണ്ട്. കർഷകർ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും എല്ലാ വിലകൾക്കും അത് ബാധകമാക്കണമെന്നുമാണ്. താങ്ങുവിലയിൽ അധിഷ്ഠിതമായ സർക്കാരിൻ്റെ ധാന്യസംഭരണം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് 2 ഐറ്റംസില്ല, അത് അരിയും ഗോതമ്പുമാണ്. പക്ഷെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ 23 വിളകളും ഈ ഗണത്തിൽ വരുന്നുണ്ട്. താങ്ങുവിലയുടെ കാര്യത്തിൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് കർഷകരുടെ ഒരു ആവശ്യം. നിലവിലെ സംവിധാനം അനുസരിച്ച് നമ്മുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ശരാശരി ഉൽപ്പാദന ചെലവിൻ്റെ 50% മുകളിലാണ് താങ്ങുവില കണക്കാക്കപ്പെടുന്നത്. അതായത് കർഷകനുള്ള ചെലവുകളുണ്ടല്ലോ, വിത്ത്, വളം, അതുകൂടാതെ കീടനാശിനികൾ, അവൻ്റെ പണിക്കൂലി, പിന്നെ ഇന്ധനം, പിന്നെ വാടക, പിന്നെ മുതലിറക്കിയിട്ടുണ്ട് അതിൻ്റെ പലിശ, പിന്നെ ജലസേചനം ചെയ്യുന്നത്, അതിനെല്ലാം ചെലവാക്കിയ പണമാണ് കർഷകൻ്റെ യഥാർത്ഥ ചെലവ്, അതൊരു കൃഷിക്ക് വേണ്ടി വരുന്ന യഥാർത്ഥ ചെലവ്. പക്ഷെ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയപ്പെടുന്നത് ഈ താങ്ങുവില ഇവർ വർദ്ധിപ്പിക്കാൻ പറയുമ്പോൾ എല്ലാം കൂടി പരിഗണിച്ച് അത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ധാന്യങ്ങൾക്ക് ഇപ്പോഴുള്ള വിലയിലേക്കാളും 10% മുതൽ 30% വർധന ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തെ മുട്ടുമടക്കാത്തത്. ഇലക്ഷനായി വരുന്ന സമയത്ത് അങ്ങനെ ആകുമ്പോൾ പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില വർധന ഉണ്ടാകും. പിന്നെ മറ്റൊരു ആവശ്യം, അതായത് കർഷകരുടെ മറ്റൊരു ആവശ്യം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് നൽകുന്ന കൂലി പഞ്ചാബ്, ഹരിയാന, UP എന്നീ സംസ്ഥാനങ്ങളിലെങ്കിലും 300 രൂപയിൽ നിന്ന് 700 രൂപയാക്കി ഉയർത്തണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതും ഉയർത്തി കഴിഞ്ഞാൽ അതും സർക്കാരിന് നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കും. അതുകൂടാതെ അവർ പറയും 100 ദിവസങ്ങൾ എന്നോ തൊഴിൽ ദിനങ്ങളുള്ളത് അത് 200 ആക്കി ഉയർത്തണമെന്നും സമരക്കാർ പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം അതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് 86,000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഈ ആവശ്യങ്ങൾ ഇപ്പോൾ 700 രൂപ ആക്കുക, 200 ദിവസങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് ഏകദേശം 4.5 ലക്ഷം കോടി രൂപയായി ഉയരാനൊക്കെ ഇടയാകും. അപ്പോൾ അത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നത്തെ മറ്റൊരു കാര്യം കർഷകർ പറയുന്നത് 60 പിന്നിട്ട കർഷകർക്ക് ഏകദേശം 10,000 രൂപ വീതം പെൻഷനും കൊടുക്കുക എന്നതൊക്കെ പറഞ്ഞിട്ടാണ് അവർ സമരം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ സമരം എങ്ങനെ പോകുന്നു, സർക്കാരും ഒരു ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ സമരക്കാരുടെ സമരത്തിൻ്റെ രീതി മാറുകയോ അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയോ ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ളിൽ സർക്കാരുമായി ചർച്ചകൾ നടത്തിയിട്ട് സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളുണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സമരം തീർത്താൽ മതി. കാരണം ഇലക്ഷനായി അടുത്ത് വരെ ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നടപ്പിലാക്കാൻ എന്തായാലും സാധ്യതയില്ല. ചില ആവശ്യങ്ങൾക്കൊക്കെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സർക്കാരും ഒരു കടുംപിടുത്തത്തിൽ ആണ്. രണ്ടാമത്തെ കാര്യം കാരണം സർക്കാരിന് കൃത്യമായ അനലിസ്റ്റുകളൊക്കെ
നിഗമനം എന്ന് വെച്ചാൽ മോഡി മൂന്നാമതും വരുമെന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഭരിക്കുന്ന പാർട്ടിയുടെ ആഭ്യന്തര സർവേയിലും അവർക്കും നല്ല കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ അത് മുഖേന ഉള്ളതാണ് ഇവർ ഏകദേശം സർക്കാരിന് ഒരു കടുംപിടുത്തം ഈ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിഞ്ഞ് കാണുക എന്നതാണ് ഇതിൽ ഒരു കാര്യം. നമുക്ക് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് സമരം ഇങ്ങനെ പോകുന്നു, ചർച്ചകൾ നടക്കുന്നു, തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ സമരത്തെക്കുറിച്ചും സമരത്തെയും അതിൻ്റെ ഇമ്പാക്റ്റ് ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ നമ്മളെ FMCG സെക്ടറൊക്കെ അധികം ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമരത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.